കഴിഞ്ഞ ആഴ്ച ഞാൻ ICC പ്രൂഡൻഷ്യൽ ലൈഫിൻ്റെ ഒരു ന്യൂ ഫണ്ടിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. ICC പ്രൂഡൻഷ്യൽ ലൈഫിൻ്റെ സ്മോൾ ക്യാപ് 250 മൊമെൻറ്റം ക്വാളിറ്റി 100 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ. വലിയ തുകയൊന്നും മാർക്കറ്റിൽ നിക്ഷേപിക്കാനില്ലാത്തവർക്ക് മാസം തോറും 2000 രൂപയൊക്കെ നിക്ഷേപിച്ച് തുടങ്ങാവുന്ന ഒരു ഫണ്ടായിരുന്നു അത്. എന്നെ വില വെറും 10 രൂപ മാത്രമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട പലർക്കുമുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അന്നേ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇത് മ്യൂച്വൽ ഫണ്ടല്ല, മ്യൂച്വൽ ഫണ്ടുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. നമുക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ച് നല്ലൊരു തുക നമുക്ക് റിട്ടേൺ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ മാസം തോറും നിക്ഷേപിക്കുന്ന ഒരു തുകയുടെ 120 ഇരട്ടി നമുക്ക് ഇൻഷുറൻസ് കവറേജ് കൂടി കിട്ടുന്ന ഒരു ഫണ്ടാണിത്. നമ്മളിൽ 90% ആൾക്കും യാതൊരു വിധത്തിലുള്ള ഇൻഷുറൻസുകളൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളും ഉണ്ടാവില്ല. നമുക്കറിയാം, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ബാങ്കിലല്ല മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എന്നാലാണ് നല്ലൊരു റിട്ടേൺ കിട്ടുക എന്ന്. പക്ഷേ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് മാസം തോറും ഒരു ചെറിയ തുക ഒരേ സമയം അവരുടെ ഇൻഷുറൻസ് കവറേജിനായിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടും മാറ്റിവെച്ചുകൊണ്ട് മാർക്കറ്റിൽ നിന്ന് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതും ഒപ്പം കവറേജ് നേടിത്തരുന്ന പ്ലാനുകളാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചത്. പക്ഷേ ചില ആളുകൾ പറയും ഇൻവെസ്റ്റ്മെൻറ്റും ഇൻഷുറൻസും വെവ്വേറെ ആയിരിക്കണം. അങ്ങനെയൊക്കെ പറയാമെങ്കിലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇതിന് രണ്ടിനുമായിട്ട് വലിയൊരു തുകയൊന്നും മാറ്റിവെക്കാനുണ്ടാവില്ല. അപ്പോൾ അത്തരത്തിൽ മാസം തോറും 2000 രൂപയ്ക്ക് നിക്ഷേപിക്കാൻ പറ്റിയ ഒരു പ്ലാനായിരുന്നു ICCയുടെ അന്നത്തെ ആ ഒരു ഫണ്ട്. അപ്പോൾ അതിലിപ്പോൾ നിക്ഷേപിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വരും ജനുവരി 31 വരെയാണ്. നിങ്ങൾക്ക് അതിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിനാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനും അതിൽ നിക്ഷേപിക്കാനും സാധിക്കും. പ്രത്യേകം ഓർക്കുക, 3 ദിവസം കൂടി ബാക്കിയുള്ളൂ കേട്ടോ. നമ്മളൊരു ബാങ്കിൽ ക്യാഷ് ഇട്ടാൽ നമുക്ക് 6 അല്ലെങ്കിൽ 7% ഒക്കെയാണ് റിട്ടേൺ കിട്ടുക. അതിനേക്കാൾ ഏറെയൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു പ്ലാനാണിത്. ഇപ്പോൾ സാധാരണക്കാരൊക്കെ ബാങ്കിൽ കൊണ്ടുവന്നാണ് ഇത്തരത്തിൽ സേവിങ്സ് നടത്തുക. പക്ഷേ നമുക്ക് 6 അല്ലെങ്കിൽ 7% കിട്ടി എന്ത് കിട്ടാനാണ്? ഈ ഒരു ഫണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ ക്യാഷ് ഇടുന്നതിനേക്കാൾ നമുക്ക് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതിനോടൊപ്പം തന്നെ മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട്. നമ്മൾ മാസം തോറും അടയ്ക്കുന്ന തുകയ്ക്ക് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ വലിയൊരു തുകയ്ക്കും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. ബാങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് അടയ്ക്കുന്ന തുകയ്ക്കോ അല്ലെങ്കിൽ റിട്ടേൺ കിട്ടുന്ന തുകയ്ക്കോ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ മാസം തോറും അടയ്ക്കുന്ന തുകയുടെ 120 ഇരട്ടി നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ട്. ഇനി ഇത് കൂടാതെ മറ്റൊരു ബെനിഫിറ്റ് ഉണ്ട്, അത് പ്രീമിയം വേവർ എന്ന് പറയും. അതായത് കൃത്യമായിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിക്ഷേപകനും മരണപ്പെട്ടു വയ്ക്കുന്ന പിന്നെ അയാളുടെ ആ ഒരു ഇൻഷുറൻസിൻ്റെ കാലാവധി എത്രയാണ്, അതുവരെയും പ്രീമിയം അടയ്ക്കുന്നത് ആ നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനിയാണ്. ഇത് കഴിഞ്ഞിട്ട് ആ ഒരു മെച്യൂരിറ്റി ടൈമിൽ ആ ഒരു വലിയ മെച്യൂരിറ്റി തുക കമ്പനി നോമിനിക്ക് കൈമാറുകയും ചെയ്യും. ഇതൊന്നും ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടില്ല. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിലും ഇതൊന്നുമില്ല. കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു നിക്ഷേപനെ സംബന്ധിച്ച് ഈ ഒരു ട്രിപ്പിൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് ഞാനിവിടെ കാണിക്കുന്ന ഈ ഒരു ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് മാത്രവുമല്ല, ഈ ഒരു പ്ലാനിന് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആണ്. ഇതൊന്നും മ്യൂച്വൽ ഫണ്ടിൽ സാധ്യമല്ല. പക്ഷേ ഇതാരും മ്യൂച്വൽ ഫണ്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആരും പറയാറില്ല, ആരും ശ്രദ്ധിക്കാറുമില്ല. ഇനി എങ്ങനെയാണ് ഈ ഒരു ഫണ്ട് പ്രവർത്തിക്കുന്നതെന്ന് കൂടി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മാർക്കറ്റിൽ ടോപ്പായിട്ടുള്ള സ്മോൾ ക്യാപ് സെഗ്മെൻറ്റിലുള്ള 250 കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന 100 കമ്പനികളിൽ നമ്മൾ നൽകുന്ന ഫണ്ടിൻ്റെ ഒരു ഭാഗം നിക്ഷേപിക്കും, മറ്റൊരു ഭാഗം ഫണ്ട് എപ്പോഴും സേഫ് ആയിട്ടിരിക്കുന്നതിൽ മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രവർത്തന രീതി. ഈ ഒരു ഇൻഡെക്സ് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 22% റിട്ടേണും ലാസ്റ്റത്തെ 5 വർഷം കൊണ്ട് 32.6% റിട്ടേൺ നൽകിയിട്ടുണ്ട്. അതായത് 2014 ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചവർക്ക് ഇന്നത് 7.3 ഇരട്ടിയായിട്ട് തിരികെ ലഭിച്ചിട്ടുണ്ട്. 2022 സെപ്റ്റംബറിൽ ഇവർ മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ട് പുറത്തിറക്കിയത്. അത് ഇന്ന് വരെയും 27.4% റിട്ടേൺ നൽകിക്കൊണ്ടിരിപ്പുണ്ട്. മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളെ ആശ്രയിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എങ്കിലും നമുക്ക് ഭാവിയിൽ നല്ലൊരു റിട്ടേൺ തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി കഴിഞ്ഞ 10 വർഷത്തെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അത് എപ്പോഴും ഉയരങ്ങളിലേക്ക് തന്നെയാണ്. അത് മാത്രവുമല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. വരുന്ന 5 വർഷം കൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മാറുമെന്നാണ് കണക്കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ലാഭം തന്നെ ഇന്ന് കിട്ടും. പിന്നെ ചിലരുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇന്ന് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നാളെ തന്നെ നമുക്ക് റിട്ടേൺ കിട്ടുമെന്നാണ്. അങ്ങനെ പ്രതീക്ഷിക്കുന്നവരൊന്നും ഇതിൽ നിക്ഷേപിക്കുകയേ വേണ്ട. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അതായത് നിങ്ങൾ 5-10 വർഷം തുടർച്ചയായിട്ട് പ്രീമിയം അടക്കുന്നു. അതിനുശേഷം നിങ്ങളൊരു 15 അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളിത് വിഡ്രോ ചെയ്യുന്നു. ആ ഒരു സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും വളരെ കൂടുതൽ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ലഭിച്ചിട്ടുണ്ടാവും. നമുക്കിപ്പോൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഫണ്ട് ആവശ്യമാണെങ്കിൽ അത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. പക്ഷേ 5 വർഷത്തിനുള്ളിൽ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ലാഭമൊന്നും പ്രതീക്ഷിക്കേണ്ട, അത് മറക്കണ്ട. ഇപ്പോൾ പ്രവാസികളായവരൊക്കെ ആണെങ്കിൽ മാസം തോറും ഒരു 18,000 എന്ന തോതിൽ ഒരു 10 വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ സെറ്റിൽ ആവുന്നൊരു കാലമുണ്ട്. ഒരു 15 അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ വലിയൊരു റിട്ടേൺ തന്നെ ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്താൽ ഈ ഒരു ഫണ്ടിനെ കുറിച്ച് കൂടുതൽ വിശദമായിട്ട് തന്നെ അറിയാനും നിക്ഷേപിക്കാനും സാധിക്കും. പ്രത്യേകം ഓർക്കുക, ഇനി 3 ദിവസം കൂടിയേ ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാൻ ബാക്കിയുള്ളൂ. ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ്.